പിറ്റേ ദിവസം എന്നത്തെയും പോലെ അവർ കോളേജിലേക്ക് പോയി. ഗുൽമോഹറിന്റെ ചുവട്ടിൽ കുറേ നേരം ഇരുന്നു. കാശിയുടെ കണ്ണുകൾ ജെസ്സിയിൽ തന്നെയായിരുന്നു. അവളുടെ കുറുമ്പ് നിറഞ്ഞ സംസാരവും ചിരിക്കുമ്പോൾ വിരിയുന്ന നുണക്കുഴിയും എല്ലാം അവൻ മതിമറന്ന് നോക്കി നിന്നു. എന്നാ പിന്നെ ഞങ്ങൾ പോകുക. ഫസ്റ്റ് അവർ ക്ലാസ് തുടങ്ങാറായി. ഇപ്പോൾ കയറിയില്ലെങ്കിൽ ആ തള്ള കടിച്ചാ പൊട്ടാത്ത ഇംഗ്ലീഷിൽ ചീത്ത പറഞ്ഞു വേർപ്പിക്കും. അതും പറഞ്ഞ് കൃഷ്ണയുടെ കൈയും പിടിച്ച് ജെസ്സി ക്ലാസ് ലക്ഷ്യമാക്കി നടന്നു. കോറിഡോറിലൂടെ വേഗത്തിൽ നടക്കുമ്പോഴാണ് ആരോ കൃഷ്ണയെ വന്ന് ഇടിക്കുന്നത്. ഇടിയുടെ ആഘാതം കുറച്ച് കൂടിപ്പോയതുകൊണ്ട് ജെസ്സിയുടെ കയ്യിൽ നിന്ന് പിടിവിട്ട് അവൾ പിന്നിലേക്ക് മറിഞ്ഞു വീഴാൻ പോയി. പിന്നിലേക്ക് മറിഞ്ഞു വീഴുന്നതിന് മുമ്പ് ബലിഷ്ഠമായ 2 കരങ്ങൾ അവളെ ഇടുപ്പിലൂടെ ചുറ്റിയെടുത്ത് അവന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചു കഴിഞ്ഞിരുന്നു. അവൾ ഞെട്ടിക്കൊണ്ട് കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് തന്റെ ശരീരത്തെ വശ്യതയോടെ നോക്കുന്ന 2 പൂച്ച കണ്ണുകളാണ്. സ്വബോധത്തിലേക്ക് വന്നതുപോലെ അവൾ അവന്റെ കൈപ്പിടിയിൽ നിന്ന് കുതറി. പക്ഷേ അവന്റെ കൈയുടെ മുറുക്കം കൂടി. ഡോ, താൻ എന്താ ഈ കാണിക്കുന്നത്? എന്നെ വിടടോ, കൃഷ്ണ ദേഷ്യത്തിൽ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. ആ, ചൂടാവാതെ മോളെ. ചേട്ടൻ മോളെ സഹായിച്ചതല്ലേ, അതിനൊരു താങ്ക്സ് പറയാതെ ഇങ്ങനെ ദേഷ്യപ്പെട്ടാലോ? ചേട്ടൻ മോളെ ശരിക്കൊന്ന് കാണട്ടെ. അവനവളെ മൊത്തത്തിൽ നോക്കി കീഴ്ചുണ്ട് കടിച്ചുകൊണ്ട് പറഞ്ഞു. ചി, കൈ എടുക്കടാ വൃത്തികെട്ടവനെ. അവന്റെ ശക്തിയിൽ പിറകോട്ട് തള്ളിക്കൊണ്ട് കൃഷ്ണ അലറി. അവൻ 2 അടി പിറകിലേക്ക് നീങ്ങി നിന്നു. കൃഷ്ണ അവനെ ഒന്ന് തിരിച്ചു നോക്കി ജെസ്സിയുടെ കൈയും പിടിച്ച് മുന്നിലേക്ക് നടന്നു. ഇനി വീഴാൻ തോന്നുമ്പോൾ വിളിക്കണേ മോളെ, ചേട്ടൻ വരാം വീഴാതെ പിടിക്കാൻ. അവളെ നോക്കി സൈറ്റ് അടിച്ചുകൊണ്ട് അവൻ പിറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. കൃഷ്ണ അവനെ ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കിയിട്ട് ജെസ്സിയുടെ ഒപ്പം വേഗത്തിൽ മുന്നോട്ട് നടന്നു. അവർ പോകുന്നത് നോക്കി നിന്ന് അവന്റെ ചുണ്ടിൽ വശ്യമായ പുഞ്ചിരി വിരിഞ്ഞു. അവളുടെ ഇടുപ്പിൽ മുറുകിയ അവന്റെ കൈപ്പത്തി അവൻ തന്റെ മുഖത്തിന് നേരെ ഉയർത്തിപ്പിടിച്ചു. അവന്റെ പൂച്ച കണ്ണുകൾക്ക് തിളക്കം കൂടി. എന്താണ് മിസ്റ്റർ റയാൻ, അവളെ അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നല്ലോ? കൂടെ ഉണ്ടായിരുന്ന ഒരുവൻ ഒന്ന് ആക്കിക്കൊണ്ട് ചോദിച്ചു. ഇഷ്ടപ്പെട്ടു, അവൾ കൊള്ളാം. വിശദമായി ഒന്നുകൂടി കാണണം അവളെ. 2 വർഷം കൊണ്ട് എത്രാമത്തെ ആടാ ഇത്? നിനക്കിനി മതിയായില്ലേ? ലാസ്റ്റ് ഒരു പെണ്ണിനെ കയറി പിടിച്ചിട്ട് ഓർമ്മയുണ്ടല്ലോ ഇവിടെ നടന്ന പൂലൊക്കെ? ഇനി നിനക്ക് ഒരവസരമുണ്ടാവില്ല. ഡിസ്മിസർ അടിച്ച് കയ്യിൽ തരും പ്രിൻസി. കൂൾ ഡൗൺ ബെന്നി. ആവശ്യം കഴിയുമ്പോൾ നിനക്കും തരാറില്ലേ എൻ്റെ ഒപ്പം വരുന്ന എല്ലാ പെണ്ണിനെയും? ആ പോയവളും അങ്ങനെ വന്നു നിൽക്കും നമ്മുടെ മുന്നിൽ. അവളെ എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇതുവരെ കണ്ട പെണ്ണുങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന എന്തോ ഒന്ന് അവളുടെ കണ്ണുകളിലുണ്ട്. അതെനിക്ക് വേണമെന്ന് തോന്നുന്നു. റയാൻ ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് വില കൊടുത്ത് നേടിയിരിക്കും. അറിയില്ലേ നിനക്കത്? നീ ഇപ്പോൾ വാ. ഈ ബ്ലോക്കിൽ നമ്മൾ വന്നെന്ന് അറിഞ്ഞാൽ തന്നെ പ്രശ്നമാ. ബെന്നി അവനെയും വലിച്ചുകൊണ്ട് വേഗത്തിൽ മുന്നോട്ട് നടന്നു. നിനക്ക് അവനിട്ട് ഒന്ന് പൊട്ടിക്കാൻ പാടില്ലായിരുന്നോ? അവൻ മനഃപൂർവ്വം വന്ന് പിടിച്ചതാ നിന്നെ. അറിയാതെ ഒന്നുമല്ല, വൃത്തികെട്ടവൻ. ജെസ്സി കൃഷ്ണയെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു. അടിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ കാശിയേട്ടനെ അറിഞ്ഞാൽ എൻ്റെ തലയെടുക്കും. അതുകൊണ്ട് കൺട്രോൾ ചെയ്ത് നിന്നതാ. ഓ, ഒരു കാശിയേട്ടൻ. പെങ്ങളെ കയറി പിടിക്കുന്നവരെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുക നിന്റെ ചേട്ടൻ. അതല്ലടി, ഏട്ടന് പേടിയാ ഞാനിങ്ങനെ തല്ലുണ്ടാക്കി നടന്ന് വല്ല കുഴപ്പത്തിലും പോയി ചാടുമോയെന്ന്. ഉവ്വ്, നിന്റെ ചേട്ടൻ്റെ പേടി കൂട്ടാൻ ഒരു വഴിയുണ്ട്. ഞാൻ അങ്ങനെ അങ്ങ് കെട്ടിയാലോ എന്ന് ആലോചിക്കുക. അതാകുമ്പോൾ നമ്മുടെ 2 പേരുടെയും കാര്യം ഓർത്ത് പേടിച്ച് പേടിച്ച് ജീവിക്കാം പുള്ളിക്ക്. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? മതിയടി, നിർത്ത്. നിന്റെ റൂട്ട് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. കുറേയായി ഇത് തുടങ്ങിയിട്ട്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് കരുതണ്ട നീ. അങ്ങേരെ കാണാൻ വേണ്ടി മാത്രമല്ലേടി നീ രാവിലെ തന്നെ വന്ന ഗുൽമോഹറിന്റെ ചുവട്ടിൽ കുറ്റിയടിച്ചിരിക്കുന്നത്? എന്നിട്ട് എന്താ ഒരു വായ്നോട്ടം? എൻ്റെ ഏട്ടൻ ഒരു പൊട്ടനായതുകൊണ്ട് ഒന്നും മനസ്സിലാകുന്നില്ല. ഈ മനസ്സിലാക്കി കളഞ്ഞു കൊച്ചു കള്ളി. കൃഷ്ണയുടെ കവളിൽ ഒരു പിച്ചു കൊടുത്തുകൊണ്ട് ജെസ്സി കൊഞ്ചി. നീ വിഷമിക്കണ്ടടി, അങ്ങേർക്ക് നിന്നോട് ഒരു ചായ്വുണ്ട്. ഇന്നലെ എന്നോട് ചോദിച്ചു നിന്നെ അങ്ങോട്ട് കെട്ടിയാലോ എന്ന്. സത്യം? ജെസ്സി വിശ്വാസം വരാതെ ചോദിച്ചു. ആ സത്യം. നീ അങ്ങോട്ട് പോയി പറയാൻ നിൽക്കണ്ട. ആ മണ്ടൻ പറയുമോ എന്ന് നോക്കാം. ചാൻസ് കുറവാണ്. അഥവാ പൊട്ടൻ പറഞ്ഞില്ലേ നമുക്ക് അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാം. എൻ്റെ ഏട്ടനായതുകൊണ്ട് പറയുകയല്ല, ഈ കാര്യത്തിലൊക്കെ അല്പം പേടി കൂടുതലാണ്. കളഞ്ഞു. ഞാൻ വിചാരിച്ചു സിനിമയിലൊക്കെ കാണുന്ന പോലെ എന്നെ സ്റ്റൈലായിട്ട് വന്ന് പ്രപ്പോസ് ചെയ്യുമെന്ന്. ഞാൻ അതൊക്കെ എത്ര സ്വപ്നം കണ്ടതാ. എൻ്റെ വിധി, ജെസ്സി നിരാശയോടെ പറഞ്ഞു. കൃഷ്ണ. പിറകിൽ നിന്ന് ആരുടെ വിളി കേട്ടാണ് അവർ തിരിഞ്ഞു നോക്കിയത്. അവരുടെ തന്നെ ക്ലാസ്സിലെ സോനയാണ്. എന്താടോ? കൃഷ്ണ ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. നേരത്തെ നിങ്ങളോട് സംസാരിച്ച പുള്ളിയെ നേരത്തെ അറിയുന്നതാണോ? സോന ഒരു സംശയം പോലെ ചോദിച്ചു. ഇല്ല, അറിയില്ല. എന്താ? ജെസ്സി കണ്ണുകൾ ചുരുക്കി ചോദിച്ചു. അയാളുമായിട്ട് അധികം സംസാരിക്കാൻ നിൽക്കേണ്ട. ആളത്ര ശരിയല്ല. ഇന്നാ സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നത്. അടുത്ത ബ്ലോക്കിലെയാ. PGക്ക് പഠിക്കുക. ഇവിടെ തന്നെ. റയാൻ എന്നാ പേര്. ഏതോ ഒരു പെണ്ണിനെ കയറി പിടിച്ചു എന്ന് പറഞ്ഞായിരുന്നു സസ്പെൻഷൻ. ഇവിടെ എന്തോ വലിയ പ്രശ്നമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ. എൻ്റെ ഏട്ടൻ പറഞ്ഞുള്ള അറിവാ ഇതൊക്കെ. ഏട്ടനും ഇവിടെ തന്നെ PGക്ക് പഠിക്കുക.
ആണോ? ജെസ്സി കേട്ടതിൻ്റെ അമ്പരപ്പിൽ ചോദിച്ചു. എടി കിച്ചു, നീ ഒന്ന് സൂക്ഷിച്ചോ. അവൻ പോകുമ്പോൾ നിന്നെ ഒന്ന് നോക്കിയിട്ടാ പോയത്. അതും വേറൊരു രീതിയിൽ. അവൾ നിന്നെ നോട്ടമിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കൃഷ്ണ ഒന്ന് മൂളുക മാത്രം ചെയ്തു. ഡോ, നമുക്ക് ആ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ? തൻ്റെ നെഞ്ചോരം ചേർന്ന് കിടക്കുന്ന ഷെർലിയെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ജോൺ അവരോട് ചോദിച്ചു. ഏത് കൊച്ച്? നമ്മുടെ പിള്ളേരെല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ വെച്ചായ. ആരുടെ കാര്യമാണ് ജോൺ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടും അയാളെ ചൂടാക്കാനായി ഷെർലി കുറുമ്പോടെ ചോദിച്ചു. ഷെർലി, നീ എന്നെ വെറുതെ വട്ടാക്കല്ലേ. നിനക്ക് മനസ്സിലായില്ലേ ഞാൻ ആരുടെ കാര്യമാ പറയുന്നതെന്ന്? ജോൺ കലിപ്പിട്ടു. എൻ്റെ പൊന്നി ചായ, നിങ്ങൾക്കെന്താ ഭ്രാന്തായോ? നിങ്ങളുടെ മോന് എത്ര വയസ്സുണ്ടെന്ന് വല്ല ഓർമ്മയുണ്ടോ? 24 തികഞ്ഞിട്ടില്ല. ഇപ്പോഴേ അവനെ പിടിച്ച് കെട്ടിക്കുന്നത് എങ്ങനെയാ? എനിക്കും ആഗ്രഹമുണ്ട് കിച്ചുമോളെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന്. ആദ്യം നമ്മുടെ മോന് കെട്ടുപ്രായമാവട്ടെ, എന്നിട്ട് നോക്കാം ബാക്കി. അങ്ങേര് കൊച്ചിനെ കൊണ്ട് വരാൻ നടക്കുന്നു. ബോധമില്ലാത്ത മനുഷ്യൻ. ആദ്യം അവനും അവളും ഒന്ന് പ്രേമിച്ചു തുടങ്ങട്ടെ, എന്നിട്ടല്ലേ ബാക്കി. ജോണിന്റെ നെഞ്ചത്ത് ഒരു കുത്തും കൊടുത്തിട്ട് പിറുപിറുത്തുകൊണ്ട് ഷെർലി തിരിഞ്ഞു കിടന്ന് തലവഴി പുതപ്പും മൂടി. അല്ലടി ഷെർലി കൊച്ചേ, നമ്മുടെ മോൻ ഇതുവരെ എത്തിയില്ലേ? പുതപ്പിനുള്ളിലൂടെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജോൺ അവരുടെ തലയിൽ നിന്ന് പുതപ്പ് വലിച്ചു മാറ്റി. അവൻ വൈകുമെന്നാ പറഞ്ഞത്. പാതിരാത്രിക്കാകും കയറി വരുന്നത്. കുരുത്തം കെട്ടവൻ. ഇങ്ങ് വരട്ടെ, കൊടുക്കുന്നുണ്ട് ഞാൻ. അല്ലെങ്കിലും ഇപ്പൊ കൊടുപ്പും വേടിപ്പുമൊക്കെ മക്കൾക്ക് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരാളുള്ള കാര്യം നിനക്ക് ഓർമ്മ കൂടിയില്ല. നമ്മളെ ഒന്നും അല്ലെങ്കിലും നിനക്ക് വേണ്ടല്ലോ. ജോൺ ചുണ്ടുകൂട്ടി പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ചു. നിങ്ങളത് എന്നതായി പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് തരാതെ എന്താ മക്കൾക്ക് കൊടുത്തത്? ഷെർലി അയാളെ സംശയത്തോടെ നോക്കി. ഉമ്മ. ഒട്ടും താമസമില്ലാതെ ജോണിന്റെ മറുപടിയും വന്നു. അയ്യേ, നാണമില്ലാത്ത മനുഷ്യൻ. ഈ വയസ്സുകാലത്ത് നിങ്ങൾക്കിത് എന്നാത്തിന്റെ കേടാ? ഷെർലി അയാളെ അടിമുടി ഒന്ന് നോക്കി. ആർക്കടി വയസ്സായത്? നീ ഒന്ന് സഹായിച്ചു നോക്കൂ. അപ്പോൾ അറിയാം ഈ ജോൺ സേവർ കുരിശിങ്കലിന് വയസ്സായോ അതോ ഇപ്പോഴും നിന്റെ പഴയ 28കാരൻ അച്ചായനാണോന്ന്. അതും പറഞ്ഞുകൊണ്ട് ജോൺ അവരുടെ കഴുത്തടിയിലേക്ക് മുഖം പൂഴ്ത്തി. ഈ മനുഷ്യൻ മാറിക്കിടക്കങ്ങോട്ട്. ജോണിലെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി അയാളുടെ വാക്കുകളിൽ നാണത്താൽ ചുവന്ന മുഖം മറച്ചു പിടിച്ചുകൊണ്ട് ഷെർലി പറഞ്ഞു. എന്നതാ ഷെർലി കൊച്ചേ, നാണമാണോ? പോച്ചായ. അവരുടെ നാണത്തോടെയുള്ള പറച്ചിൽ കേട്ട് ജോൺ അവരെ കുറുമ്പോടെ നോക്കി. ഒരു നിമിഷം ഷെർലിയും അയാളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി കിടന്നുപോയി. രണ്ടാളും പരസ്പരം കണ്ണിൽ കണ്ണിൽ നോക്കി കിടന്ന് അവസാനം അതൊരു പൊട്ടിച്ചിരിയിലേക്ക് വഴിമാറി. അതേ ചിരിയോടെ തന്നെ ഷെർലി ജോണിന്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു. ഈ അടുത്ത കാലത്തെങ്ങാനും നിങ്ങൾ നാട്ടിലേക്ക് വരുമോ എൻ്റെ പൊന്ന് ചോദിച്ചാ? ഞാൻ ഈ പില്ലോയും കെട്ടിപ്പിടിച്ച് നിങ്ങളെ സ്വപ്നം കണ്ട് കിടക്കാൻ തുടങ്ങിയിട്ട് നാളെ കുറച്ചായി. ഫോണിലെ ജോയലിന്റെ ഫോട്ടോയിൽ നോക്കി അവന്റെ മുഖത്തിനിട്ട് കുത്തിക്കൊണ്ട് ഓരോന്ന് പറഞ്ഞ് പരിതപിക്കുകയാണ് കൃഷ്ണ. എനിക്കറിയാൻ പാടില്ല നിങ്ങളെ ഞാൻ എങ്ങനെ വളയ്ക്കുമെന്ന്. അതെങ്ങനെയാ? ഒന്ന് കാണാനെങ്കിലും പറ്റിയാലല്ലേ വളയ്ക്കാൻ പറ്റും. അങ്ങേര് മുന്തിരിച്ചാറ് കുടിക്കാൻ പോയേക്കുന്നു. ഇനി അവിടെ വല്ല മുന്തിരി പെൺപിള്ളേരെയും കിട്ടി കാണുവോ? അതുകൊണ്ടാണോ ഇങ്ങോട്ട് വരാത്തത്? കൃഷ്ണയുടെ നെഞ്ചിൽ വെള്ളടി വെട്ടി. എന്റെ മഹാദേവ. അവൾ നിലവിളിയോടെ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റ്. ദേ, അങ്ങനെ വല്ലതും ഉണ്ടായാൽ നിങ്ങളെയും തീർക്കും, ഞാനും ചാവും. അതും പറഞ്ഞുകൊണ്ട് അവൾ കയ്യിലിരുന്ന ഫോണെടുത്ത് ഒരു എറി കൊടുത്തു. അമ്മേ. പിന്നെ കേൾക്കുന്നത് ഒരു നിലവിളിയാണ്. വിളി കേട്ടിടത്തേക്ക് നോക്കിയ കൃഷ്ണ കാണുന്നത് ഒരു കയ്യിൽ ഫോണും പിടിച്ച് മറുകൈയിൽ നെറ്റി ഒഴിഞ്ഞ് ഡോറിനടുത്ത് നിൽക്കുന്ന കാശിയാണ്. അവൻ അവളെ നോക്കി ദഹിപ്പിക്കുന്നുണ്ട്. കൃഷ്ണ അവനെ നോക്കി നന്നായി ഒന്ന് എളിച്ചു കാണിച്ചു. വല്ലതും പറ്റിയായിരുന്നോ ഏട്ടാ? അതേ ഇളിയോടെ തന്നെ അവൾ ചോദിച്ചു. ഭാഗ്യം, എൻ്റെ ഫോണിനൊന്നും പറ്റിയില്ല. നന്ദിയുണ്ട് ഏട്ടാ, നന്ദിയുണ്ട്. കാശിക്കരികിലേക്ക് ചെന്ന് അവൻ്റെ കയ്യിലിരുന്ന ഫോൺ വാങ്ങി നോക്കിക്കൊണ്ട് കൃഷ്ണ കളിയോടെ പറഞ്ഞു. അവളുടെ അമ്മൂമ്മയുടെ ഒരു ഫോണ്. മനുഷ്യനെ എറിഞ്ഞു കൊല്ലാനാണോ നീ ഇതും കൊണ്ട് നടക്കുന്നത്? അത് പിന്നെ ഒരു ദുർബല നിമിഷത്തിൽ. ഭാ. കൃഷ്ണ പറയാൻ തുടങ്ങിയതും ഒറ്റ ആട്ടായിരുന്നു കാശി. നിന്റെ മറ്റവണമുള്ള ദേഷ്യം എൻ്റെ മണ്ടയ്ക്കാണോടി പുല്ലേ തീർക്കുന്നത്? സോറി ഏട്ടാ, നാറ്റിക്കരുത്. ഒരു കയ്യബദ്ധം. ഓക്കെ, ഞാൻ ക്ഷമിക്കാം. പക്ഷേ കൈക്കൂലി വേണം. കൃഷ്ണയെ ഏറി കണ്ടിട്ട് നോക്കിക്കൊണ്ട് കാശി പറഞ്ഞു. കൈക്കൂലിയോ? എന്തിന്? എന്തിനെന്നോ? നോക്കടി എൻ്റെ നെറ്റി നെല്ലിക്ക പോലെയായി. സുന്ദരമായ എൻ്റെ മുഖം നീ വെള്ളയ്ക്ക പോലെ ആക്കിയില്ലേ. ഞാൻ ചോദിക്കുന്നത് തന്നില്ലെങ്കിൽ ഞാനിത് അമ്മയോട് പറയും. നീ എന്നെ മനഃപൂർവ്വം അടിച്ചതാണെന്ന് ഞാൻ പറയും. നിനക്ക് അമ്മയുടെ നിന്ന് തല്ലും കിട്ടും. എന്തിന്? അവൻ്റെ സംസാരം കേട്ട് വാ പൊളിച്ചു നിന്നുകൊണ്ട് കൃഷ്ണ ചോദിച്ചു. പറഞ്ഞില്ലേ, ഞാൻ ചോദിക്കുന്നത് എനിക്ക് തരണം. കാശി അവളെ നോക്കി കലിപ്പിട്ടുകൊണ്ട് പറഞ്ഞു. എന്താ ഏട്ടന് വേണ്ടത് പറ. അവനെ ഒന്ന് അടിമുടി നോക്കിക്കൊണ്ട് കൃഷ്ണ ചോദിച്ചു. ജെസ്സിയുടെ നമ്പർ വേഗം താ. അവൾക്ക് നേരെ കൈ നീട്ടി താ എന്നുള്ള ഭാവത്തിൽ കൈ ചലിപ്പിച്ചുകൊണ്ട് കാശി കൂസലില്ലാതെ പറഞ്ഞു. അങ്ങനെ വരട്ടെ. ഇപ്പോഴല്ലേ മനസ്സിലായത്? ഞാൻ വിചാരിക്കുമായിരുന്നു എൻ്റെ പുന്നാരയേട്ടൻ ഈ വളഞ്ഞു മുക്കി തൊടുന്നത് എന്തിനാണെന്ന്. നീ കൂടുതൽ സംസാരിക്കണ്ട, വേഗം താ. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ അമ്മയെ വിളിക്കും. ആ വിളിക്ക്. എന്താ?
അമ്മയെ വിളിക്കാൻ. ഞാൻ വിളിക്കുവേ. ആ വിളിക്കാൻ പറഞ്ഞില്ലേ. എടി അമ്മ വന്നാൽ നിനക്ക് തല്ല് കിട്ടുമോടി. ഒന്ന് താടി. കാശി അവസാന അടവ് പ്രയോഗിച്ചു നോക്കി. ഓ സാരമില്ല, ഒരു തല്ലല്ലേ, ഞാൻ കൊണ്ടോളാം. കൃഷ്ണ അവനെ പുച്ഛിച്ചു. നീ തരില്ലെന്ന് ഉറപ്പാണോ? കാശി വീണ്ടും ചോദിച്ചു. ആ ഉറപ്പാ, തരില്ല. ഏട്ടൻ പോകാൻ നോക്ക്. നീ ജോയലിനെ കാണാൻ പറ്റാതെ ദിവസവും ഇങ്ങനെ കോളേജ് കയറി ഇറങ്ങി നടക്കേയുള്ളടി താടകെ. ഇതൊരു വൺ സൈഡ് ലവറിന്റെ ശാപമാടി. കാശി മൂക്ക് പിഴിയും പോലെ ആക്ഷൻ കാണിച്ചുകൊണ്ട് കൃഷ്ണയെ പ്രാകി. ആണോ? വലിയ കാര്യമായിപ്പോയി. അത് ഞാനങ്ങ് സഹിച്ചു. പിന്നെ ഏട്ടന്റെ ഈ ശാപം ഫലിക്കാനൊന്നും പോണില്ല. വൺ സൈഡ് ലവർ പോലും. നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയോ മനുഷ്യ? കൃഷ്ണ അവനെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്താ? കാശി പെട്ടെന്ന് ബോധം വീണതുപോലെ ചോദിച്ചു. ഒന്നുമില്ല, എല്ലാം വൈകാതെ ഏട്ടന് മനസ്സിലാകും. ഇപ്പൊ പോകാൻ നോക്ക്. അവൾ ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് അവനെ റൂമിൽ നിന്ന് തള്ളി പുറത്താക്കി ഡോറടച്ചു. എടാ ബെന്നിയെ. എന്തോ? റയാനൊപ്പം പമ്പിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു ബെന്നി. അവളെ നമുക്ക് ഒന്നുകൂടി കാണണ്ടേ? റയാൻ കീഴ്ചുണ്ട് നുണഞ്ഞുകൊണ്ട് ബെന്നിയോട് ചോദിച്ചു. ആരെ? ബെന്നിയുടെ കണ്ണുകൾ സംശയത്താൽ ചുരുങ്ങി. ഇന്ന് കണ്ടില്ലേ ഒരു പെണ്ണിനെ കോളേജിൽ വെച്ച്? ഓ, നീ അത് ഇതുവരെ മറന്നില്ലേ? ബെന്നി ഈർഷ്യയോടെ ചോദിച്ചു. ഇല്ലടാ, അവളെ എനിക്ക് വേണം. എന്തൊരു സോഫ്റ്റാ അവളുടെ ഇടുപ്പ്. കൃഷ്ണയുടെ ഇടുപ്പിലാവുന്ന അവന്റെ വലതു കൈ ഉയർത്തി അതിലേക്ക് മിഴികൾ നട്ടുകൊണ്ട് റയാൻ വശ്യതയോടെ പറഞ്ഞു. നിനക്കെന്താ അവളോട് മാത്രം ഇത്ര അട്രാക്ഷൻ തോന്നാൻ? മുമ്പ് നിന്റെ കൂടെ കിടന്നിട്ടുള്ളവന്മാരോട് ഇല്ലാത്ത എന്താ ഇവളോട്? ബെന്നി അവനെ ചൂഴ്ന്നു നോക്കിക്കൊണ്ട് ചോദിച്ചു. അവളുമാരൊക്കെ കാശ് വെച്ച് നീട്ടുമ്പോൾ വാലും ചുരുട്ടി എൻ്റെ കൂടെ വരും. പക്ഷേ ഇവൾക്ക് സംതിങ് സ്പെഷ്യൽ. അവളുടെ ആ കണ്ണുകൾ. ഞാനതിൽ അകപ്പെട്ടു പോയി ബന്നി. എന്താ പ്രണയമാണോ മിസ്റ്റർ റയാൻ ഫിലിപ്പിന് അവളോട്? ബെന്നി ഒരു കണ്ണിറുക്കി കുസൃതിയോടെ ചോദിച്ചു. അറിയില്ല. ഇന്ന് വരെ ഒരു പെണ്ണിനോടും തോന്നാത്ത ഒരു അട്രാക്ഷൻ അവളോട് തോന്നുന്നു എന്നും അവൾ എനിക്കൊപ്പം വേണമെന്ന്. അവളുടെ ആ കണ്ണുകൾ, അതിലേക്ക് എല്ലാ കാലങ്ങളോളം നോക്കിയിരിക്കാൻ എൻ്റെ ഹൃദയം വെമ്പൽ കൊള്ളുന്നു. ഇതിനെയാണോ പ്രണയമെന്ന് പറയുന്നത്? ആ, അങ്ങനെയും പറയാം. എന്നാൽ ഉറപ്പിച്ചോ ബെന്നി, ഈ റയാൻ ഫിലിപ്പിന് അവളോട് പ്രണയമാണ്, അടങ്ങാത്ത മോഹമാണ്. ആർ യു സീരിയസ്? ബെന്നി വിശ്വാസം വരാതെ ചോദിച്ചു. യെസ്. ഒറ്റ വാക്കിൽ റയാന്റെ മറുപടിയും വന്നു. ബെന്നി അവനെ അത്ഭുതത്തോടെ നോക്കി. റയാൻ ഇപ്പോഴും കൃഷ്ണയുടെ ശരീരത്തിൽ അമർന്ന് അവന്റെ കയ്യിൽ തന്നെ നോക്കിയിരിക്കുകയാണ്. അവന്റെ വാക്കുകളിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് കൃഷ്ണ അവനെ തുറച്ചു നോക്കിയ നോട്ടം ഓർമ്മയിൽ വന്നതും അവൻ ആ കൈ ഇടനെഞ്ചിലേക്ക് അമർത്തി. എൻ്റെ പെണ്ണെ. അവൻ കൃഷ്ണയുടെ കണ്ണുകൾ മാത്രം മനസ്സിൽ പതിപ്പിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു.